ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണോയിലെത്തി. സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് ബ്രൂണോയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകും. കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, പ്രധാനമന്ത്രിയുടെ നിർണായകമായ സന്ദർശനമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും അടക്കമുള്ള കാര്യങ്ങളല്ലേ ചർച്ചയാവുക? വിഷ്ണു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബ്രൂണോയിൽ എത്തി. അവിടെ ബ്രൂണോയിൽ സുൽത്താൻ ഹാജി മുൽസാദി നേരിട്ട് വിമാനത്താവളത്തിലെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തേക്ക് സ്വീകരിച്ചത്. ശേഷം ബ്രൂണോയിൽ സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ പ്രധാനമന്ത്രി പരിശോധിച്ചു. ഇന്നും നാളെയുമാണ് അദ്ദേഹം ബ്രൂണോയിൽ തങ്ങുന്നത്. സുൽത്താൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി നയതന്ത്രപരമായുള്ള കൂടിക്കാഴ്ചയും ചർച്ചകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഒരുപക്ഷെ അവിടുത്തെ ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് മലയാളികളും തമിഴ്നാട്ടുകാരുമായിട്ടുള്ള ധാരാളം ആളുകൾ വിവിധ ജോലികൾക്കായി ബ്രൂണോയിലുണ്ട്. ഏതാണ്ട് 14,000-ഓളം ഭാരതീയരുള്ള രാജ്യമാണ്. അവരുമായി പ്രധാനമന്ത്രി സംവദിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശേഷം നാളെയും മറ്റന്നാളുമായി പ്രധാനമന്ത്രി സിംഗപ്പൂർ പര്യടനവും നടത്തുന്നുണ്ട്. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി അവിടുത്തെ ഭാരതീയ സമൂഹവും അതോടൊപ്പം തന്നെ വ്യവസായ പ്രമുഖരെയും കാണുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.